ഹായ് ഹലോ എല്ലാ 10th സ്റ്റാൻഡേർഡിലെ മക്കൾക്കും സിമ്പിൾ സ്റ്റഡി എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പോർഷനുകളാണ്. ഇനി നമുക്ക് ആ പോർഷനുകളിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ഒരു ഇൻട്രോയിൽ കാണാൻ സാധിക്കുന്നത് കുറച്ച് കുട്ടികളും അതുപോലെ തന്നെ ഒരു അധ്യാപികയും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷനാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആൺകുട്ടി പറയുന്ന കാര്യം, ടീച്ചർ ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 swings. Please ask her to get off the swing. Now it's my turn. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് റിപ്ലൈ ആയിട്ട് പറഞ്ഞു, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 swings ടീച്ചർ. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, യെസ് ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 swings. എന്താ അവരങ്ങനെ പറയാനുള്ള കാരണം? അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു ഊഞ്ഞാലാടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി 10 വട്ടമാണ് ഊഞ്ഞാലാടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഊഞ്ഞാലാടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഊഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങുന്നത്, മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ തിരിച്ച് ബാക്കിൽ പോയി പിന്നും നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സ്വിങ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഈ ആൺകുട്ടി എണ്ണിയത് ആ കുട്ടി മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ മുകളിൽ നിന്ന് തിരിച്ച് ബാക്കിലോട്ട് വരുമ്പോൾ 1, തിരിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ 2, ആ രീതിക്കാണ് എണ്ണിയത്. സോ ആ ആൺകുട്ടിക്ക് അത് 10 വട്ടമായി. പക്ഷേ ആ കുട്ടിക്കും ടീച്ചറിനും അത് 5 വട്ടമേ ആയിട്ടുള്ളൂ. അതാണ് അവിടെ ഉണ്ടായ ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത്, വൈ ഡിഡ് ദ ടീച്ചർ എഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിങ്? എന്തുകൊണ്ടാണ് ടീച്ചർ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് പറഞ്ഞതെന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു ഓസിലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വിങ്, അത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ച് അതിൻ്റെ കറക്റ്റ് ഇനിഷ്യൽ പൊസിഷനിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് അതിൻ്റെ ഫസ്റ്റ് കൗണ്ടിങ് വരുന്നത്. ഓക്കെ, ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? ഈ സ്വിങ്ങിന് എന്ത് രീതിയിലുള്ള മോഷനാണെന്നാണ് ചോദിക്കുന്നത്. സർക്കുലർ മോഷനാണോ അതോ ഓസിലേറ്ററി മോഷനാണോ എന്നാണ് ഇത് ചോദിക്കുന്നത്. ഇതിൽ ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓസിലേറ്ററി മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ഓസിലേഷനാണ് നടന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഓസിലേറ്ററി മൂവ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. ആ സ്വിങ്ങിൻ്റെ മോഷൻ നമുക്ക് അവിടെ ഒരു പെൻഡുലത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ചിത്രത്തിൽ A, O, B എന്ന് 3 രീതിയിലായിട്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റെസ്റ്റിംഗ് പൊസിഷൻ, അതിലെ റെസ്റ്റിംഗ് പൊസിഷനാണ് O. അത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് Aയിലോട്ടാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ Bയിലോട്ട് പോകും. അപ്പോൾ അത് ഫസ്റ്റ് കൗണ്ട് ആവും. പിന്നെ നമ്മൾ തിരിച്ച് Aയിലോട്ട് എത്തും. പിന്നെ നമ്മൾ Oയിൽ നിന്ന് Bയിലോട്ടാണ് പോകുന്നത്. അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേഷൻ ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ നമുക്ക് A, O, B എന്ന് പറയുന്ന 3 ആൽഫബറ്റിക് ലെറ്റർ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് റെസ്റ്റിംഗ് പൊസിഷൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ ഇനിഷ്യൽ പൊസിഷൻ, ഇതിൽ 3 ഏത് പേരിട്ടായിരുന്നാലും പറയുന്നത് ഒന്നിനെ തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അതിൽ ആ A ആണോ O ആണോ B ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ റെസ്റ്റിംഗ് പൊസിഷൻ അതിലിങ്ങനെ റെസ്റ്റായിട്ട് നിൽക്കുന്നത് O ആണ്. സോ അതിൻ്റെ ആൻസർ വരുന്നതും O ആണ്. അതുപോലെ തന്നെ ഓസിലേഷൻ ഈസ് ആൻ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് to and fro at regular interval of a time about its equilibrium position. ഇതാണ് എന്താണ് ഓസിലേഷൻ എന്ന് വെച്ചാലുള്ള അതിൻ്റെ ആൻസർ. ഓസിലേഷൻ എന്താണെന്ന് നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓസിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. കാരണം നമുക്ക് ഈ ഫസ്റ്റ് കുറച്ച് പോർഷനിലാണ് നമുക്കിത് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിയുമ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് തിരിയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പേജിലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്